കൊലീഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കരിമ്പനയുടെ തേങ്ങയുടെ ഇത് കഴുകിയിട്ടാണ് കേട്ടോ, കരിമ്പന തേങ്ങ കഴുകി വൃത്തിയാക്കിയിട്ട് ഉള്ള ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിൻ്റെ ബാക്കിൽ MC വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഒരു ത്രെഡ് പോലെ കൊടുത്താൽ നമുക്ക് ചുമരിൽ തൂക്കും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അത് വെച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് ഐഡിയക്ക് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെ വേണം, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഇത് കരിമ്പന തേങ്ങ വെച്ചിട്ട് നമ്മളൊന്നൊരു ഐറ്റം ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ കൂമ്പൊക്കെ ഉണ്ടാക്കില്ലേ, അതാണ് കേട്ടോ. ഇത് പൊളിച്ചിട്ട്, അപ്പോൾ ഇത് പൊളിച്ചിട്ട് കഴുകിയിട്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഒരു 2 കളർ പെയിന്റ് എടുത്തിട്ടുണ്ട്, റെഡ് കളറും ഒരു വൈറ്റും, പിന്നെ ഒരു യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. നമ്മൾ സൂര്യനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു ഇതുകൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടൊരു സൂര്യനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പൂവല്ല കേട്ടോ. പിന്നെ ഒരു ഐലൈനർ എടുത്തിട്ടുണ്ട്, നമുക്ക് ഒരു കണ്ണൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ചീർപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബ്ലേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കാം. കേട്ടോ, ഇത് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫ്ലവർ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇതിന് നല്ല ഈ പഴുത്ത ഈ കാമ്പൊക്കെ ഇല്ലേ, ഇതൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് നമുക്ക് എടുക്കണം. ഇതിൻ്റെ പഴം കേട്ടോ, തേങ്ങ എന്ന് പറയില്ലേ, കരിമ്പനം തേങ്ങ, നമ്മൾ ഇളനീരൊക്കെ കുടിക്കുന്ന അത് പഴുത്തതാണിത് കേട്ടോ. പൂവല്ല കേട്ടോ, ഇത് വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ചെയ്ത് ഒരു ഐറ്റം ചെയ്ത് വെക്കാനാണ്. ഇത്രയും നമ്മളിവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഉണക്കിയെടുക്കാം കേട്ടോ. ഉണക്കിയെടുത്തിട്ട് ഞാൻ കാണിക്കാം. ഇങ്ങനെ ചീപ്പ് വെച്ചിട്ടൊന്ന് ചീന്തിയെടുത്ത് അതിൻ്റെ കാമ്പൊക്കെ പോയിട്ട് നല്ല വൃത്തിയിലായി കിട്ടും. എന്നിട്ട് നമുക്കൊന്ന് ഉണക്കാം. ഇത് ഇന്നലെ ചെയ്ത് വെച്ചതാണ്. ഇത് നന്നായിട്ട് ഉണങ്ങണം കേട്ടോ. ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സ്മെല്ല് വരുള്ളൂ. ഇതൊന്നും ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുഖത്തിൻ്റെ ഭാഗമായിട്ടൊരു വട്ടത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. കുറച്ചൊരു വട്ടത്തിൽ നമുക്കിതൊന്ന് വെട്ടി കൊടുത്തിട്ട് ആ ഭാഗം, മുഖം കിട്ടുന്ന ആ ഭാഗം മാത്രമായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. അതൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി കളിക്കുന്ന കേട്ടോ. അപ്പം ഇങ്ങനെ തോന്നിയത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പം ഇതെല്ലാം വെട്ടിയെടുക്കൽ കഴിഞ്ഞു. ഇത് തുണിയിൽ അടിയിലാവുമെന്ന് വിരിച്ചിട്ടോ ഇത് വിരിച്ച് നമുക്ക് ഇനി ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ബ്ലേഡ് കൊണ്ടോ എന്തുകൊണ്ട് വേണമെങ്കിലും ചിരണ്ടി എടുക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് പോയാൽ നമുക്ക് പെയിന്റ് അടിക്കാൻ തരത്തിൽ ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഞാൻ വേറെ ഇത് കണ്ടിട്ടില്ല. അത് ഇനി ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഇനി നമുക്കൊന്ന് ചീകി വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ലോണം അങ്ങോട്ട് പോവൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ പോവും. എന്നിട്ട് നമുക്കൊരു യെല്ലോ കളർ പെയിന്റ് ഒന്ന് ഇതിലടിക്കാം. ഈ ഒരു പെയിന്റ് അടിച്ചോക്കാം കേട്ടോ. ഇനി യെല്ലോ കളർ പെയിന്റ് ഇതിലൊന്ന് അടിക്കാം കേട്ടോ. നമുക്ക് നമ്മൾ സൂര്യനെ കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് നല്ലോണം പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കും. നല്ലോണം അങ്ങോട്ട് പോയിട്ടില്ല. നല്ല മൂർച്ച കൂടിയ ബ്ലേഡ് വേണം. അത് വെച്ച് ചിരണ്ടിയ ഫുള്ളായിട്ട് പോയിക്കോളും. ഇത് അടിച്ചിട്ട് ഒന്ന് ഉണങ്ങി കിട്ടും വേണം, അല്ലെങ്കിൽ നമ്മൾ കണ്ണും മൂക്കും വരയ്ക്കുന്ന സമയത്തൊന്ന് പരക്കുള്ളൂ. ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് വരച്ചോളൂ കേട്ടോ. എനിക്ക് വലിയ വരയ്ക്കാനൊന്നും അറിയില്ല. അപ്പം നമുക്കിതിൻ്റെ കണ്ണും മൂക്കൊന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇനി കൃഷ്ണമണിക്ക് ചെറിയൊരു കുത്തിട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. റെഡ് നമുക്കിവിടെ കുറച്ച്
വെച്ച് കൊടുക്കാം. ഇനി കവിളിൻ്റെ അവിടെ 2 സൈഡിലായിട്ട് ഒരു പിങ്ക് കളറും കൂടി കൊടുക്കാം. ചെറുതായിട്ട് കവിളൊരു ഷെയ്ഡ് പോലെ കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ സൂര്യൻ്റെ വർക്ക് കഴിഞ്ഞു. പിന്നെ ഞാൻ ചെറിയൊരു സിംഹത്തിൻ്റെയും ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് കാണിച്ചു തരാം. നമുക്കിതൊന്ന് ചീകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. കൂടുതൽ നിൽക്കുന്ന ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് മാത്രമല്ല കേട്ടോ, ഇനി എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് വരച്ചു കൊടുക്കുക. സൂര്യൻ തന്നെ വേണമെന്നൊന്നുമില്ല. എനിക്കിങ്ങനെ തോന്നി, ഇനി ഒരു പെൺകുട്ടിയുടെ മുഖമൊക്കെ വരച്ചാലും രസമൊക്കെ ഉണ്ടാവും, ഒരു പാവക്കുട്ടീനെ പോലെ വരച്ചാലും രസമൊക്കെ ഉണ്ടാവും. ഇതാട്ടോ, അപ്പം നമ്മളിവിടെ 2 എണ്ണം ചെയ്ത് വെച്ചതാ. ഇത് മുമ്പൊന്ന് ചെയ്ത് വെച്ചിരുന്നതാണ്. സിംഹം എന്ന് പറയാനൊന്നും പറ്റില്ല. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒന്ന് നല്ലോണം ഉണക്കണം കേട്ടോ, ഉണങ്ങിയാലാണ് ഇത് സ്മെല്ല് പോവുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഫുള്ളായിട്ട് ഇത് ഉണ്ടാക്കൽ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. അപ്പോൾ താങ്ക് യു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം.